ഹലോ ഗൈസ്, ഐ എം ബാക്ക്. ഇന്നത്തെ എന്റെ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയല്ല, കിയാമത്ത് നാളിന്റെ അടയാളം കണ്ടു തുടങ്ങുന്നുണ്ട്. ലോകാവസാനത്തിന്റെ നട്ടുച്ചയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാല് നിങ്ങൾ പല സ്ഥലത്തു നിന്ന് ഹോളി ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് ഹോളി ആഘോഷിക്കുന്നതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അതിന്റെ പേരിൽ വലിയ സോഷ്യൽ മീഡിയയിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആർക്കും ഒന്നും വർത്താനം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുവിധ ആൾക്കാരെല്ലാം എന്തെല്ലാം കളിച്ചു കൂട്ടുന്നതെന്ന് ഇപ്പൊ കയ്യും കണക്കില്ല. നിങ്ങൾ പല സ്ഥലത്തു നിന്ന് ഹോളി ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ നിന്ന് ഹോളി ആഘോഷിക്കുന്നതാണ്. ഇത്ര ആൾക്കാർ ബാക്കിൽ നിന്നിട്ട് ഏടില്ലോ പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് രണ്ട് പെണ്ണുങ്ങൾ ആ ക്യാമറമാൻ ഹോളി ആഘോഷിക്കും ട്രെയിനിൽ. എങ്ങനെ ഇവരെ തൊലിക്കട്ടിയാണ് ആർക്ക് സമ്മതിച്ചു കൊടുക്കണ്ടേ? ഇത്ര ആൾക്കാർ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ട്രെയിനിന്റെ ഉള്ളില് എന്തുമാത്രം അൺകംഫർട്ടബിൾ ഉണ്ട്. എത്ര ആൾക്കാർ നോക്കുന്നുണ്ട്, എത്ര ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അവിടെ കാണി റോസ് പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ബാക്കിലുള്ള ആൾക്കാർ. എന്നിട്ട് ഒരു കൂസലില്ലാണ്ട് ഹോളി ആഘോഷിക്കുന്നു. രണ്ടെണ്ണം ട്രെയിനിന്റെ മുമ്പിൽ ചമ്മടം പടഞ്ഞ് ഒരു പണി. ആ ട്രെയിനിന് പുറത്ത് കീഴിട്ട് ആ റെയിൽവേ ഇല്ലേ, അതിന്റെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് ഹോളി ആഘോഷിക്കുക, നല്ലോണം ആഘോഷിക്കുക. ആ ട്രെയിന് വരുമ്പോ നിർത്തരുത്, ആദ്യം തന്നെ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കണം. കാണണ്ട പടച്ചറപ്പില്ലാതെ ബിരിയാണി. എന്റെ നോമ്പ് മുറിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് വീഡിയോ തന്നെ എന്റെ നോമ്പ് മുറിഞ്ഞു. ഈ ട്രെയിനിൽ എത്ര ആൾക്കാർ നോമ്പെടുത്തിരിക്കുന്നുണ്ടാവും, എല്ലാത്തിനെ നോമ്പ് മുറിയിട്ടുണ്ടാവും ഈ രണ്ട് ശേത്തങ്ങളെ കൊണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പത്തെ ആൾക്കാർക്ക്. ശരിക്കും പറഞ്ഞാല് ഒന്ന് ഏടുന്നെങ്കിലും എന്തെങ്കിലും ചെയ്യലുണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ഇത് നോക്കി, ഇവിടെ ബാക്കിത്തെ ആൾക്കാർ ചിരിച്ച് മരിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിത്തെ ആൾക്കാർ മൊത്തം. അധികം പ്ലേ ചെയ്യാൻ പറ്റില്ല, ഇത് ബ്രൂട്ടലായി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ നോമ്പ് പോലും സത്യം പറയാൻ. റമദാൻ മാസം രാത്രി തറാവിയൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. കാലിന് എന്തെല്ലോ പ്രശ്നമുണ്ട്, വടിയെല്ലാം കുത്തിട്ടായിരുന്നത്. അയാളെ നോക്കിയാൽ നല്ല സാധു, ഭയങ്കര പാവം തോന്നില്ല കണ്ടിട്ട്. പിള്ളേരപ്പുറം കുത്തിറിട്ട് കളിക്കുന്നേ. തല കുത്തിട്ട് കാല് മോളോട്ടാക്കി അതിന്റെ ഇടക്ക് പോകുന്ന വരത്തെ കുണ്ടിക്ക് കുത്തിയിട്ട് പോയി. കണ്ടര ഞാൻ പാവപ്പെട്ട ഒരാള് ഇത് നിസ്കരിക്കാൻ വന്നതാ, പള്ളിയില് കളിക്കാൻ വന്നതാ. എന്താണ് ഇത്, ബ്ലേഡോ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് ഗൈസ്. ഇവൻ ഇങ്ങനെ പലതരം സാധനങ്ങൾ വെച്ചിട്ട് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ഇവ വീഡിയോസ് ഇടുന്നുണ്ട്. ഇവൻ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും, അതിട്ട് നടക്കാൻ പറ്റും എന്നാണോ? എനിക്ക് അറിയില്ല. പലതും ഈ ബ്ലേഡെല്ലാം വെച്ച് ഇങ്ങനെ ഡ്രസ്സ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് 120 ബ്ലേഡ് ഉണ്ട് അറിയത്തില്ല. ഞാൻ പറയാം 130 സ്റ്റിച്ച് കുണ്ടിക്ക് ഉണ്ടാവും, കീറി പൊളന്നിട്ട്. ബ്ലേഡ് ഇട്ടിട്ട് അവൻ ആട്ടി കളിക്കുന്നുണ്ട്. ആ ബ്ലേഡ് അതിന്റെ ആ ചുണ്ണാപ്പി ആ സാധനം കൊണ്ട് ചെത്തിപ്പോയി. കണ്ട ആട്ടി കളിക്കുന്ന കണ്ട ബ്ലേഡും വെച്ചിട്ട്. ഇത് ബാക്കിലത്തെ എന്തോ ഡബ്ബാണ്. ഏതോ ചങ്ങായി മറ്റേ ഗ്രീൻ സ്ക്രീൻ ആയിട്ട് ഇട്ടിട്ട് അവന്റെ ബ്ലേഡ് മുറിച്ചിട്ട് കൊണ്ടുപോകുന്നു. വലിയ കോമഡി ആയിട്ടൊന്നും തോന്നുന്നു. പൊയ്ക്കേ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് തീർന്നപ്പോഴത്തേക്ക് നോക്കിയോ, അവന്റെ ചിലപ്പോ ആട്ടിൽ ആ ബ്ലേഡ് കൊണ്ട് അത് മുറിഞ്ഞിട്ട് നിലത്ത് വീഴുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കി സൂക്ഷിച്ചിട്ട്. ഇല്ലല്ലേ, ഒന്നും വീഴുന്നില്ലല്ലേ? കുണ്ടി പൊളന്നോ ഇത് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ? അതപ്പതിച്ച് ആൾക്കാരെല്ലാം അതപ്പതിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എല്ലാരും അതപ്പതിച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. എന്റെ മോനെ എന്റെ വണ്ടി മിലിണ്ടർ ഓല വീണിട്ട്. അല്ലാ വണ്ടിക്ക് പേനയാമോ? അല്ലാ വേദന പറ്റിയാ? നല്ലോണം തടി കൊടുക്കട്ട് മൊച്ചു വന്നിന്ന് തോന്നുന്നു. ഇന്നേരെ മുത്തി തൈരമണ്ടക്കോണത്തിന് എനിക്ക് നല്ല കുടിക്കാൻ വെള്ളം വേണം. ഞാൻ വേഗം പോയിട്ട് കുറച്ച് വെള്ളം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. ഇനി നീ വെയിലെത്തി തൈരമണ്ടൊക്കെ നിൽക്കണ്ട. ഞാൻ പുറത്ത് കൊണ്ടാക്കാം. റെസ്റ്റ് എടുത്തോ. മുത്ത് നല്ല വേദന പറ്റിയെന്ന് തോന്നുന്നു. വെക്കാലെങ്ങ് കാണിച്ചേ, നീര് പറയട്ടെ. ഇവിടെ വെക്കാട്ടാ, കുറച്ച് മരവിപ്പുണ്ടാവും. വേദന കുറയും കേട്ടാ മുത്തേ, വേദന കുറയട്ടെ. ഉള്ളിൽ ഒഴിച്ചോടുക്ക്.
ദയനീയമായ അവസ്ഥ ഗൈസ്. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. നിഷ്കളങ്കമായ മുഖവും ബുദ്ധി എന്ന് പറഞ്ഞ സാധനവും ഇല്ല. എന്തോ ചെയ്യാനാ. വേദന കുറയും കേട്ടാ മുത്തേ. വേദന കുറെ ടൈഗർ മാം കൂടി തടി തരേ. റെസ്റ്റ് എടുത്തോ പാവന്റെ മുത്ത്. റെസ്റ്റ് എടുത്തോ. വേദന പറ്റിയെന്ന് തോന്നുന്നു നല്ലോണം. റെസ്റ്റ് എടുത്തോട്ടാ. എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ എന്തോ പറയാൻ ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരോട്. ബുദ്ധി ലെവലേശം ബുദ്ധി ഉണ്ടെങ്കിൽ എന്തെങ്കിലല്ലേ പറയുക. ചിലപ്പോ നന്നാവായിരിക്കും. 5 പൈസന്റെ ബുദ്ധി ഇല്ല, അതുകൊണ്ട് പറയാൻ പറ്റൂല. പറഞ്ഞാൽ നന്നാവില്ല. വെറുതെ എന്റെ പറഞ്ഞ് ഉളുപ്പ് കേടാന്നല്ലാണ്ട് ഒന്നും നന്നാകാൻ പോകുന്നില്ല ഒരിക്കലും. നിങ്ങൾ കണ്ടിരിക്കില്ലല്ലോ. ആ ഇത് വന്നോ? തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം. എല്ലാരും ഊക്കി ഗായ്സ്. എല്ലാരും പറഞ്ഞ് മറ്റേ ഇങ്ങനെ കളിച്ച് മറ്റേ മാമ്പഴപ്പാട്ടും വെച്ചിട്ട് ഇപ്പം തേങ്ങ എല്ലാം കൂടി എല്ലാരും ഊക്കി വട്ടത്തിലിട്ട് ഊക്കിയിട്ട് മൂപ്പർ വിചാരിച്ച് നമുക്ക് ഇനി കുറച്ചൊന്ന് വെറൈറ്റി മാറ്റി പിടിക്കാം. പാട്ട് മാത്രം മാറ്റി, ബാക്കിയൊന്നും മാറ്റിയില്ല കേട്ടാ. കോൺഫിഡൻസ് ലെവലും ആക്ടിങ് ഇല്ലേ അതൊന്നും മാറ്റിയിട്ടില്ല. പാട്ട് മാത്രം മാറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുമോ? അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും, ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്. ബാക്കി പോരട്ടെ. ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോലെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. വെരിയിൽ എന്താണ് ഉള്ളത് അതുപോലെ ആക്ഷൻ കിട്ടും. ചെറിയ പറക്ക്. അതായത് ചിരി വരുന്നടോ ഓരോ അവന്റെ വെല്ലുപ്പാന്റെ വീഡിയോയാണ്. അപ്പൊ വെല്ലുപ്പ പറഞ്ഞു മോനെ കച്ചവടം ഒന്നും ഇല്ല, അപ്പൊ കുറച്ച് പ്രൊമോഷൻ വീഡിയോ വല്ലതും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അപ്പൊ ഓന്റെ അറിവില് വന്ന ബുദ്ധിയാന്ന് തോന്നുന്നുണ്ട്. ഏതോ ഒരു ഷൂ മറ്റേ അയക്കൂറേന്റെ തല മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തിട്ട് മറ്റേ ഷൂമില് ഇങ്ങനെ ബ്ലേഡ് വെച്ച് തയ്ച്ചിട്ട് ഓൻ പറയുന്നതാണ് ബാക്കി എല്ലായിടത്തെ ഷൂ ഇങ്ങനെ മുറിച്ചാ കീറിപ്പോവും, ഓന്റെ വീടത്തെ ഷൂ മാത്രം ഇങ്ങനെ മുറിച്ചാ കീറിപ്പോവും. അതാണ് ഓനിവിടെ കാണിച്ചത്. അപ്പൊ എല്ലാരും പെരുന്നാക്കി ഇവന്റെ വീട്ടിൽ തന്നെ പോയിട്ട് ഷൂ എടുക്കാം. ഓക്കെ, ഈ വീഡിയോന്റെ അടിയിൽ ഇതിന്റെ സ്ഥലമുണ്ട്. എല്ലാരും ഇവിടുത്തെ ഇവന്റെ ഷൂ റബ്ബറിനെ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നില്ല, എന്താ ബായി വെറുതെ കക്കൂസ വെടിച്ച് പോയിക്കോളോ. അയക്കൂറിന്റെ തല മുറിക്കുന്ന പോലെ മറ്റേ ഷൂ മുറിച്ചിട്ട് ഇത് കത്തിനെ കൊണ്ട് തടയി കൊടുക്കുന്നു. എന്നിട്ട് മുറിയുന്നില്ല പോലും. നിങ്ങൾ ഈ ഷൂ മായ്ക്കണം എന്നാണ് അവൻ പറയുന്നത്. എല്ലാരും മായ്ച്ചിട്ട് തലയിലും കിട്ടില്ല രണ്ടെണ്ണം. ഓ ഇവ പിന്നെ വന്നു. ഓക്കെ നിങ്ങൾക്ക് ഇത് ഇത്ര വരെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ പറയാ എത്ര സെക്കൻഡ് ഉണ്ട്? 58 1 മിനിറ്റിന് എടുത്തിട്ടുണ്ട് ഈ വീഡിയോ. അപ്പൊ ഇത്ര സമയം കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ പറയാം, ഈ ബിൽഡിംഗ് കോൺട്രാക്ടർ ഇവനാന്നൊന്നും ചെയ്തത്. അല്ലെങ്കിൽ ഇവൻ ആ ബിൽഡിങ്ങിൽ എന്തോ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ പോകുന്നതാണ്. അതിന്റെ എന്തോ ഒരു ഭാഗമായിട്ട് ഇവൻ അവിടെ ഇങ്ങനെ വന്നിട്ട് അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ ശരിയാണെന്ന് നോക്കുന്നുണ്ട്, ഈ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ, ഞാൻ ഈ ബാക്കി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അവിടുത്തെ എന്തോ കാര്യം നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഇവനെ വിളിച്ചു വരുത്തിയതായിരിക്കും തോന്നുന്നുണ്ട്. എനിക്കെങ്ങനെയാണ് ഈ വീഡിയോ മനസ്സിലാവുന്നത്, ബാക്കി നോക്കി തോന്നുന്നു. മോളോട്ടേക്ക് ബൾബ് ആ ബൾബ് ഓക്കെ. അപ്പുറത്തെ പുറത്തേക്ക് പുറത്തെല്ലാം നോക്കാം. മോളോട്ടേക്ക് ഓക്കെ. എല്ലാം ഓക്കെ അല്ലേ? ആ ചെടി ഓക്കെയാണ്. ചെടി ഓക്കെയാണ്. ഓക്കെ, അടയെല്ലാം ഓക്കെയാ? ബൾബെല്ലാം ഓക്കെയാ? ഓക്കെ അല്ലേ? കഴിഞ്ഞ് അത്രേ ഉള്ളൂ സംഭവം. എല്ലാം ഇവനെ നോക്കി നടത്താൻ തന്നെ വിളിച്ചതാ. ബിൽഡിങ്ങിൽ എല്ലാം നോക്കിയിട്ട് അവൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പുഞ്ചിരി. എന്നിട്ട് നിങ്ങളെ പുഞ്ചിരി എടുത്തു. ഇതിന്റെ ബാക്കിൽ എന്തെല്ലാം എഴുതി വെച്ചാൽ വോട്ടർ ID, ആധാർ കാർഡ്, കറണ്ട് ബില്ല്. ഇതിന്റെ ആരും നടക്കാൻ വരുന്നില്ലേ? നല്ല സമയമുണ്ട് തോന്നല്ലോ, പണിയൊന്നും ഇല്ല തോന്നല്ലോ. ചക്കര ചുണ്ടിൽ പുഞ്ചിരി. നോമ്പെടുത്ത് 2
സലാത്താറ്റം ചൊല്ലി ചക്കര ചുണ്ട് പുഞ്ചിരി പോലും. അപ്പൊ ഗൈസ് ഇന്നത്തെ കോട്ട ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി കുറെ സാധനം ഉണ്ട്. നോമ്പ് മുറിയും. ഞാൻ ഇത്ര ദിവസം എടുത്ത് നോമ്പ് എല്ലാം ഒറ്റയടിക്കും നോക്കും. അതുകൊണ്ട് മാക്സിമം സഹിക്കാൻ പറ്റുന്ന സാധനം മാത്രം എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് മസ്റ്റ് ആയിട്ട് ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുന്നത്. അതിന്റെ ഒരു ലൈക്കെങ്കിലും ഇല്ല ഞാൻ ചോദിക്കുന്നത്. വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അടുത്ത പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.